ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മുറ്റമടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അത്യാവശ്യം പാത്രം കഴുകാനുണ്ടായിരുന്നു. അതൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ വീഡിയോ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗം പോലും വീഡിയോസിൽ വരില്ല കേട്ടോ. അപ്പോൾ അത്രയും ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീട്ടമ്മമാരും അത്യാവശ്യം വീട്ടിൽ ജോലിയുള്ളവർ തന്നെയാണല്ലേ. ഇന്നലെ നമ്മൾ കുറച്ച് കരിമീനെ പൊരിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്കി തലഭാഗങ്ങളൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഇന്ന് അടിപൊളി ഒരു കറി ഉണ്ടാക്കുകയാണ്. ഡീറ്റെയിൽ ആയൊന്നും കാണിക്കണില്ല കേട്ടോ. നമ്മൾ അധികവും മീൻ കറി വെക്കണമൊക്കെ കാണിക്കാറുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് പുളി ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. 2 തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് സോയാബീൻ ഒന്ന് വരട്ടുകയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടി നല്ല തിളച്ച് വരുന്നുണ്ട്. പെട്ടെന്ന് കണ്ടാൽ പാല് തിളച്ച് പോണ പോലെ ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ തിളച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് പിന്നെയും 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് അത് വരട്ടുന്നത്. പിന്നെന്താ പറയുക, നമ്മൾ മല്ലിച്ചപ്പ് കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലേ. അപ്പോൾ കുറച്ച് ദിവസം ഇരിക്കുന്നത് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ മോള് പറഞ്ഞു തന്നതാണ്. ഞാൻ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാറാണ്. അപ്പോൾ ഒന്ന് വാടിയാലും പെട്ടെന്ന് കേട് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിലിറക്കി അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ എത്ര ദിവസം ഒന്ന് ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ വലിയ പരീക്ഷണങ്ങൾക്ക് എത്തുക അല്ലേ. അപ്പോൾ എന്തായാലും ഇതിൽ വിജയിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ചെറിയ ഒരു കുപ്പി എടുത്തിട്ട് നമുക്ക് ഇതിൽ പോലെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിൽ വെച്ച് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളെ വീഡിയോസിന് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെ സോയാബീൻ പൊരിക്കലും മീൻകറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പുറത്ത് പോയി കുറച്ച് ചെടികളൊക്കെ നനച്ച് കൊടുത്തു. നല്ല ചൂടാണ് കേട്ടോ. പെട്ടെന്ന് ചെടികളൊക്കെ തളരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ രാത്രി ഐസ് ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. നമ്മളെ വീട്ടിൽ ഇതുപോലെയുള്ള ഐസുകളൊക്കെ നമ്മൾ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കട്ടോ. പുറത്തുനിന്ന് വാങ്ങുന്ന ഐസൊക്കെ എന്താണ് അതിൽ ചേർക്കണമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പം നമ്മളെ വീട്ടിൽ ഇതുപോലുള്ള ഐസൊക്കെ ഉണ്ടാക്കാം. വൈകുന്നേരം 5:30 മണിക്ക് ഞങ്ങൾ പാടത്തേക്ക് പോയതാട്ടോ. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. നിറയെ മയിലുകളും അതുപോലെ ആൺമയിൽ പീലി വിടർത്തി ആടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അടുത്ത് വെച്ച് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. ഇത്ര അടുത്ത് വെച്ച് അവരൊന്നും ഇത് കണ്ടിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. കുറച്ച് അടുത്ത് വന്ന് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നന്നായി അടുത്ത് പോയാൽ അവരാ എന്താ പറയുക പീലി വിടർത്തിയതൊക്കെ താഴ്ത്തി ഓടും കേട്ടോ. അപ്പം നമ്മളെ കാണുമ്പോൾ എന്തായാലും അവർക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് വീഡിയോസൊക്കെ എടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഇപ്പോൾ മയിലുകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട് അല്ലേ. പാടത്തു കൂടിയാണ് അധികവും. അവിടെ നല്ല അവർക്ക് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വരികയാണ്. അതുപോലെ നമ്മൾ കൃഷി ചെയ്തൊക്കെ നശിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ നിറയെ പയർ നട്ടിട്ടുണ്ട്.
അതുപോലെ എള്ളുണ്ട്. ഇതിൻ്റെയൊക്കെ പൂക്കളും കായ്കളൊക്കെ അവർ കൊത്തി തിന്നും കേട്ടോ. അതിന് വേണ്ടിയാണ് അവർ വരുന്നത്. ഈ സമയത്ത് പാടത്ത് വന്ന് നിൽക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കാണല്ലേ. അതുപോലെ സൂര്യാസ്തമനവും പിന്നെ ഒരു പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ്. ഈ സമയത്താകുമ്പോൾ കൂടുതലും ഭംഗിയാണല്ലേ. അങ്ങനെ മയിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റുവട്ടം പെൺമയിലുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ മയിലുകളെല്ലാം അവിടെ നിന്ന് പോയിട്ടോ. ആ സമയത്ത് നമ്മളെ മക്കളൊക്കെ പോയിട്ട് മയിലിൻ്റെ പീലി വീണിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് തിരയാൻ ഓടിക്കുകയാണ് കേട്ടോ. പക്ഷെ കുറച്ചൊക്കെ ഓടിയപ്പോൾ അവർക്ക് അവിടെ നിന്ന് വീണിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ് കേട്ടോ പാടത്തു കൂടി. നല്ല രസമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വന്നിരിക്കാനൊക്കെ ഒരു അതിമനോഹരമായൊരു സ്ഥലം തന്നെ പറയട്ടോ. നമ്മളെ ചെറുപ്പശ്ശേരിയിലെ പാടാണിത്. അത്രയും ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ.
അതിൽ എത്ര നേരം അവിടെ കളിച്ചുല്ലേ. അന്നൊരു ദിവസം മൊബൈൽ കൊണ്ടുവരാതെ വരികയും ചെയ്തു. പിന്നെ രണ്ടാണുണ്ടോ? രണ്ടാണുണ്ടോ? ഇല്ലല്ലേ? ആ അല്ല, ആണൊന്നല്ലോ. ആ രണ്ടെണ്ണല്ല പോലെ തോന്നി. അവർ രണ്ടാളും അല്ലേ? ആ നിൽക്കുന്ന രണ്ടാളും ആണല്ലേ? ആ അതെനിക്ക് തോന്നി. പക്ഷെ ഇതിൻ്റെ അത്ര ഇതില്ല. എവിടുക്കാ കയറിക്കൂടണ? നമ്മളാണ് ചെന്നാ അവരാണ് പോകും. അതിങ്ങനെ കൊഴിഞ്ഞു പോകുന്നില്ല. എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.